വിദ്യാർത്ഥികളുടെ നല്ല ഭാവി കരുതി അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്കു പോലും അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്ന നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. പഠനം മെച്ചപ്പെടുത്തുന്നതിനും അച്ചടക്കം ശീലിപ്പിക്കുന്നതിനുമായി അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകളുടെ പേരിൽ വരുന്ന പരാതികളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സ്കൂളിലോ കോളേജിലോ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അധ്യാപകന് നോട്ടീസ് നൽകണം. ശേഷം പ്രാഥമികാന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രാഥമികാന്വേഷണ സമയത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ തന്റെ മകനെ അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസ് എടുത്ത ക്രിമിനൽ കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകർക്ക് പേടിയാണ് എന്നും കോടതി നിരീക്ഷിച്ചു. വിദ്യാർത്ഥികളുടെ നല്ലതിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പോലും തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് വരും എന്ന ഭീതിയിലാണ് അധ്യാപകർ എന്നും കോടതി പറഞ്ഞു. മുൻകാലങ്ങളിൽ അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന അച്ചടക്ക നടപടികൾ വിദ്യാർത്ഥികളുടെ ഭാവി മികച്ച രീതിയിൽ രൂപപ്പെടുത്താൻ സഹായിച്ചിരുന്നു എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിയിൽ ഒരു അധ്യാപകന് വലിയ പങ്കു തന്നെയുണ്ട്. സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മികച്ച ഭാവിക്കു വേണ്ടി മാതാപിതാക്കൾ അധ്യാപകർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൂടിയാണ് നൽകുന്നത്. അധ്യാപകർ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അവിടെ ക്രിമിനൽ കേസ് പോലുള്ള ഭീഷണികൾ ഉണ്ടാകരുത് എന്നും കോടതി പറഞ്ഞു. അതേസമയം എല്ലാ അധ്യാപകരുടെയും എല്ലാ പ്രവൃത്തികളും നല്ലതാണ് എന്ന് പറയാനാകില്ല എന്നും അതേസമയം ഉപദേശിച്ചതിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപക സമൂഹമാകെ കേസ് നേരിടേണ്ടി വരുന്നത് സ്ഥിതി സ്വീകാര്യമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇന്നത്തെ യുവതലമുറയുടെ സ്വഭാവം ഭയപ്പെടുത്തുന്നതാണെന്നും കോടതി പറഞ്ഞു. യുവാക്കൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നു. ചിലർ ലഹരിക്കും മദ്യത്തിനും അടിമപ്പെടുന്നു. മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. അധ്യാപകരുടെ നിഴൽ പോലും അച്ചടക്കത്തോടെ ഇരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ കായികമായി ആക്രമിക്കുന്നതും പോലുള്ള വാർത്തകളാണ് വരുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അധ്യാപകരുടെ ജോലി പഠിപ്പിക്കുക മാത്രമല്ലെന്നും മറിച്ച് അടുത്ത തലമുറയ്ക്ക് പ്രചോദനവും ലക്ഷ്യബോധവും ഉണ്ടാക്കി നൽകാൻ കൂടിയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകർ. അധ്യാപകനെതിരെ സ്കൂളിൽ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചാൽ DYSP റാങ്കിൽ കുറയാത്ത മേലുദ്യോഗസ്ഥന്റെ അനുമതിയോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രാഥമികാന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ കേസ് രജിസ്റ്റർ ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമികാന്വേഷണം നടത്തണമെന്ന BNS വകുപ്പ് 173/3 വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഏതായാലും പൊടി പിടിച്ചു കിടക്കുന്ന വടികൾ അധ്യാപകർ പൊടി തട്ടിയെടുത്തു വെച്ചോളൂ. എന്നിട്ട് ആ പഴയ അധ്യാപകരായി നിങ്ങൾ തിരിച്ചു വരൂ.